നമസ്കാരം. പ്രധാന വാർത്തകൾ. കുമ്പൻപാറയിൽ ഒഴിവായത് വൻ ദുരന്തം. 22 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചത് ഇന്നലെ രാവിലെ. അടിമാലി കുമ്പൻപാറയിൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ലക്ഷം വീട് ഉന്നതിയിലെ വീടുകൾക്ക് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. അപകടാവസ്ഥ മുൻനിർത്തി 22 കുടുംബങ്ങളെ ഇന്നലെ രാവിലെ മാറ്റിപ്പാർപ്പിച്ചതിനാലാണ് വലിയ ദുരന്തം ഒഴിവായത്. ദേശീയപാതയ്ക്കായി അശാസ്ത്രീയമായി മണ്ണെടുത്തതാണ് അപകടത്തിന് ഇടയാക്കിയതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഏതാണ്ട് 12 വീടുകൾക്ക് മേൽ മണ്ണിടിഞ്ഞു വീണിട്ടുണ്ടെന്നാണ് നാട്ടുകാർ നൽകുന്ന വിവരം. 6 വീടുകൾ തകർന്നതായും വിവരമുണ്ട്. കഴിഞ്ഞ 3 ദിവസമായി പലതവണ മേഖലയിൽ മണ്ണിടിഞ്ഞിരുന്നു. മുട്ടിൽ മരമുറി കേസ് അപ്പീൽ തള്ളി. കർഷകർക്കെതിരെ നടപടിക്ക് നീക്കം. വയനാട് മുട്ടിൽ മരമുറി കേസിൽ കർഷകർക്കെതിരെ റവന്യൂ നടപടിക്ക് നീക്കമെന്ന റിപ്പോർട്ട്. 29 കർഷകരുടെ അപ്പീൽ അപാകത ആരോപിച്ച് തള്ളുകയായിരുന്നു. മുട്ടിൽ മരമുറി കേസിൽ മുഖ്യപ്രതികൾക്കെതിരായ അനുബന്ധ കുറ്റപത്രം നൽകുന്നത് വൈകുകയാണ്. കേസിൽ ഇനിയും 4 കുറ്റപത്രങ്ങൾ കൂടി സമർപ്പിക്കാനുണ്ട്. അതേസമയം ആദിവാസികൾ ഉൾപ്പെടെയുള്ള കർഷകർ കനത്ത ആശങ്കയിലാണ്. കർഷകരെ സംരക്ഷിക്കുമെന്ന സർക്കാർ ഉറപ്പ് പാഴായി എന്നാണ് ഉയരുന്ന വിമർശനം. കാറിലിടിച്ച ബൈക്ക് റോഡിലേക്ക് തെന്നി വീണു. ടോറസ് ലോറി കയറി യുവാവിന് ദാരുണാന്ത്യം. കയ്പമംഗലം പനമ്പിക്കുന്നിൽ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. ബൈക്ക് യാത്രികനായ കയ്പമംഗലം സ്വദേശി മാമ്പറത്ത് രാഹുലാണ് മരിച്ചത്. 27 വയസ്സായിരുന്നു. കാറിലിടിച്ച ശേഷം റോഡിലേക്ക് തെറിച്ചു വീണ ബൈക്ക് യാത്രികന്റെ ദേഹത്ത് ടോറസ് ലോറി കയറിയായിരുന്നു അപകടം. കയ്പമംഗലം പനപ്പിക്കുന്ന് പഴയ പോസ്റ്റ് ഓഫീസിനടുത്തായിരുന്നു അപകടം. മൃതദേഹം ലൈഫ് ലൈൻ ആംബുലൻസ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും. വിദ്യാർത്ഥിനിയോട് ലൈംഗിക അതിക്രമം, ഭീഷണി. ഒളിവിൽ പോയ LP സ്കൂൾ മുൻ ഹെഡ്മാസ്റ്റർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ്. മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി കുന്നത്തുപറമ്പ് അബൂബക്കർ സിദ്ദിഖിനെതിരെയാണ് കൊണ്ടോട്ടി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത്. സ്കൂൾ വിദ്യാർത്ഥിനെ ലൈംഗികമായി ദുരുപയോഗം ചെയ്ത കേസിലെ പ്രതിയാണ് അബൂബക്കർ സിദ്ദിഖ്. പോലീസ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത്. സംഭവം പുറത്തു പറഞ്ഞാൽ പിതാവിനെ കൊല്ലുമെന്ന് ഇയാൾ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഒളിവിലുള്ള പ്രതിയെ പിടികൂടാൻ കഴിയാത്തതിനാലാണ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത്. സമാന കേസിൽ നേരത്തെയും അബൂബക്കർ സിദ്ദിഖിനെതിരെ പരാതി ഉയർന്നെങ്കിലും മാപ്പ് പറഞ്ഞതോടെ രക്ഷിതാക്കൾ പരാതി പിൻവലിക്കുകയായിരുന്നു. PM ശ്രീയിൽ ഇടഞ്ഞ CPI അനുനയിപ്പിക്കാൻ പുതിയ നിർദ്ദേശം. വിവാദ വ്യവസ്ഥകളിൽ വീണ്ടും ചർച്ചയാകാമെന്ന നിലപാട് മുന്നോട്ട് വയ്ക്കും. വ്യവസ്ഥകൾ പരിശോധിക്കാനുള്ള സമിതിയിൽ CPI മന്ത്രിമാരെ വെക്കാമെന്ന് നിർദ്ദേശിക്കും. അതേസമയം കരാറിൽ ഒപ്പിട്ടതിനാൽ തന്നെ ഈ 3 നിർദ്ദേശങ്ങൾക്കും സാധുതയില്ല. സർക്കാരിന്റെ മുഖം രക്ഷിക്കാനുള്ള പേരിനൊരു നിർദ്ദേശമാണ് ഇതെന്നാണ് വിലയിരുത്തൽ. ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞ MA ബേബിയും കൈയൊഴിഞ്ഞതിൽ CPIക്ക് കടുത്ത അമർഷമുണ്ട്. ചർച്ച ചെയ്യുമെന്ന് ആദ്യം പറഞ്ഞ MA ബേബി ഇടപെടാതെ നിലപാട് മാറ്റിയതിനാലാണ് അതൃപ്തി. പേരിനൊരു സമവായം പാടില്ല എന്നാണ് ബിനോയ് വിശ്വത്തോട് CPI നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തർക്കം മുറുകുന്നതിനിടെ നിർണായക CPI എക്സിക്യൂട്ടീവ് നാളെ നടക്കും.